നശിക്കും. വളരെ മനോഹരമായ ഈ പ്രഭാത സമയം ദൂരത്തും ചാരത്തുമായി ഈ ശ്രവണ മാധ്യമത്തിന്റെ പരിധികളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യരായ ദേശവാസികൾക്കും സ്നേഹസമ്പന്നരായ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹാഭിവാദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. വരുന്ന ഏതാനും മിനിറ്റുകൾ സാധാരണ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. നിങ്ങളുടെ മൗനാനുവാദത്തോടുകൂടി ഏതാനും മിനിറ്റുകൾ ഈ കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വിപത്തുകളെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനുള്ളൊരു പരിഹാര മാർഗത്തെ കൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മാന്യമിത്രങ്ങളെ, നമുക്കറിയാം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ അതിപ്രസരണങ്ങൾ, തലമുറകളുടെ വഴിവിട്ടുള്ള പോക്കുകൾ, കൈവിട്ടുള്ള മനുഷ്യ ജീവിതത്തിന്റെ പരിണിതപരമായി ഞെരിഞ്ഞമരപ്പെടുന്ന ജീവിതങ്ങൾ, നിസ്സഹായരായി പകച്ചു നിൽക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, സമൂഹത്തിന്റെ വിചിത്രമായ മുഖങ്ങളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന അതിദാരുണമായ ഭീകരമായ അവസ്ഥകൾ ദൈനംദിന വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് പകലിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ വിരൽത്തുണ്ടുകളിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എത്രയോ ദാരുണമായ മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികളെ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, പിടിച്ചുപറികൾ, കുടുംബ തകർച്ചകളുടെ വിഭിന്നമായ മുഖങ്ങൾ, രാഷ്ട്രം നേരിടുന്ന പ്രതിസന്ധികൾ, വർഗീയ ലഹളകൾ, കലാപങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ, കാലഘട്ടം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മനുഷ്യ ജീവന് വിലയില്ലാതായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. അതിന് ഉപോത്ബലകമായി തീർന്നിരിക്കുന്ന ഒരു ഘടകമാണ് ലഹരി എന്ന് പറയുന്നത്. ലഹരി മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നു എന്നുള്ള വാസ്തവം. സുബോധം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ കുടുംബ ബന്ധങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്തവനായി തീരുന്നു. അതിന് പരിണിതപരമായി സംഭവിക്കുന്നതാണ് ഈ അന്ധചിത്രങ്ങളൊക്കെയും കൊലപാതകങ്ങളും പിടിച്ചുപറികളും. അതെ, സമൂഹം നേരിടുന്ന എല്ലാ തിന്മകൾക്ക് പിന്നിലും, ഒട്ടുമിക്ക തിന്മകൾക്ക് പിന്നിലും ലഹരി ഒരു വില്ലനായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് വരുന്ന അല്പനിമിഷം ഈ സാമൂഹ്യ മൂല്യച്യുതിയിൽ നിന്ന് എങ്ങനെ മാനവരാശിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ചില ആലോചനകൾ പങ്കുവെച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത തെരുവിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ തെരുക്കോണിൽ ഞങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇതുപോലുള്ള ചില തകർച്ചകളിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ പരിണിതഫലമായിട്ടാണ്. ഞങ്ങളുടെ ജീവിതം ഒരിക്കൽ നരകതുല്യമായി ലക്ഷ്യബോധമില്ലാതെ തകർന്നുടഞ്ഞു പോയ ചില ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് മോചനം ലഭിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ സാക്ഷ്യമായി നിൽക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയ ആ സ്വാതന്ത്ര്യവും ആ വിടുതലുകളും ഞങ്ങളുടെ സമസൃഷ്ടങ്ങളിലേക്കൊന്ന് പങ്കുവയ്ക്കുവാനുള്ള ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഈ തെരുവിൽ ഈ നല്ല ചൂടുള്ള സമയത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ ദാരുണ അവസ്ഥകൾക്ക് അതിനകത്തൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കറിയാം അതിന്റെ തീവ്രത എത്ര വലുതാണെന്ന്. ലഹരി കുടുംബങ്ങളെ ശിഥിലമാക്കി കളഞ്ഞു, കുഞ്ഞുങ്ങളെ അനാഥമാക്കി കളഞ്ഞു, ആരോഗ്യമുള്ള നല്ല പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെ ജീവനെ അപഹരിച്ചു. അവരുടെ ജീവിതം അവരെ പിന്തുടർന്ന് അവരെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള, അവരെ ആശ്രയിച്ചിരുന്ന കുടുംബങ്ങൾ വഴിയാധാരമായി തീർന്നു. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഈ ഒരു ദുരന്തം ഇപ്പോഴും അഭിമുഖീകരിക്കുന്നവരുമുണ്ടാകാം. എന്നാൽ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഈ വിപത്തുകളിൽ നിന്ന് ഒരു വിമോചനത്തിനൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുവാനാണ് ഞാൻ ഈ സമയം എടുക്കുന്നത്. അതിന് ഇഹലോകത്തിന്റെ ശിക്ഷകൾക്കോ നിയമങ്ങൾക്കോ കൗൺസിലുകൾക്കോ മെഡിസിനുകൾക്കോ ഒക്കെ പരിമിതികളുള്ളപ്പോൾ, പരിമിതികളില്ലാതെ മനുഷ്യനെ അവന്റെ അഡിക്ഷനിൽ നിന്ന്, അവന്റെ ബലഹീനതകളിൽ നിന്ന്, അവന്റെ കുറവുകളിൽ നിന്ന്, അവന്റെ തകർച്ചകളിൽ നിന്ന് കരകയറ്റാൻ കഴിയുന്ന ഒരു ശക്തി കേന്ദ്രത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു ശക്തി കേന്ദ്രം എന്ന് ഞാനിത് പറയുവാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തെ നിലനിർത്തിയിരിക്കുന്നത്, വാനഗോളങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്, പ്രപഞ്ച ഉൽപ്പത്തിയുടെ കാരണക്കാരൻ, സകല ചരാചരങ്ങളുടെയും ഉടയവനായിരിക്കുന്നവൻ, സകല പ്രകൃതി സൃഷ്ടികളുടെയും ഉടയവനായിരിക്കുന്നവൻ, അതെ, സർവത്തിന്റെയും ഉടയവനായിരിക്കുന്ന സർവശക്തനായ
ദൈവത്തിന്റെ കരങ്ങൾക്ക് അതിനെ പരിഹരിക്കുവാൻ കഴിയുമെന്ന് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് പകലിൽ ഈ തെരുവിൽ ഞങ്ങളായിരിക്കുന്നത്. മനുഷ്യരാശിയുടെ ഉത്തരം കിട്ടാത്ത നൂറുകണക്കിന് ചോദ്യങ്ങൾക്കുള്ള, ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആ പ്രഭാഷണത്തിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്റെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം തരുവാൻ, മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ, മാനവരാശി നേരിടുന്ന ഭീതിക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു മാർഗമാണ്, അതെ, ഒരു ശക്തിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ. ആ ശക്തിയുടെ സ്രോതസ്സിന്, അതെ, ലോകം വിളിക്കുന്ന പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതെ, സകല പ്രശ്നങ്ങളുടെയും പരിഹാരകൻ, സകലത്തിന്റെയും സകല ചരാചരങ്ങളുടെയും സകല സൃഷ്ടികളുടെയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മനോഹരമായ നാമം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ നൽകപ്പെട്ട നാമം ശ്രീ യേശു ക്രിസ്തു. അതെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് ഇവിടെ ഉയർത്തിക്കാട്ടുവാനാണ്. വർദ്ധിച്ചു വരുന്ന ഈ പ്രവണതകളിൽ നിന്ന്, ലഹരിയുടെ അടിമത്തങ്ങളിൽ നിന്ന്, വർദ്ധിച്ചു വരുന്ന കൊള്ളയിൽ നിന്ന്, തീവ്രവാദങ്ങളിൽ നിന്ന് മനുഷ്യകുലം നേരിടുന്ന ഉന്മൂലനമാക്കാൻ സാധ്യതയുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രിസ്തുവിലൂടെ ഉണ്ട് എന്ന് ഞാൻ പറയും. തകർന്നുപോയ പല രാജ്യങ്ങളുടെ പിന്നിലേക്ക് നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയും. ആ രാജ്യങ്ങളിൽ ഉണ്ടായ വിപ്ലവങ്ങളും ആ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിച്ച വിഷയങ്ങളുടെ നടുവിൽ, അതെ, ആ രാജ്യങ്ങളെ മുടിച്ചു കളഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ആ രാജ്യം ദൈവത്തെ അറിയാതെ പോയിരുന്നു എന്നുള്ളത് അറിയാൻ കഴിയും. എന്നാൽ ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, രാജ്യങ്ങൾ അത് അനുഗ്രഹമായി നിൽക്കും എന്നുള്ളതിന് അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻ കൺവട്ടത്തുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇന്ന് ഈ പകലിലും, അതെ, നമ്മുടെ സമീപങ്ങളിൽ അത് കാണുവാൻ കഴിയും, ഞങ്ങളിൽ അത് കാണുവാൻ കഴിയും. അതെ, യേശു ക്രിസ്തുവിന്റെ അതുല്യ സ്നേഹമാണ് സകല ലോകത്തിനും ആവശ്യമായി തീർന്നിരിക്കുന്നത്. മാറ്റമില്ലാത്ത സ്നേഹത്തിനാണ് ഭൂമണ്ഡലത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള ആഗമനത്തിൽ അവൻ ഈ ഭൂപരപ്പിൽ വന്ന് മാനവരാശിയോട് പ്രസംഗിച്ചതും സമ്മാനിച്ചതും ഇങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നായിരുന്നു കർത്താവിന്റെ ഉപദേശം. അതെ, എന്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂപരപ്പിലേക്ക് വന്നപ്പോൾ അവൻ ഈ ഭൂമിയുടെ ചരിത്രത്തെ മാറ്റുവാൻ, മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുവാൻ അവൻ ആശയങ്ങൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നില്ല. അവൻ വിപ്ലവങ്ങൾ കൊണ്ട് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നില്ല. രക്തച്ചൊരിച്ചിലുകൊണ്ട് മനുഷ്യവർഗത്തിന് മാറ്റം വരുത്തുവാൻ ശ്രമിക്കുകയല്ലായിരുന്നു. കലാപങ്ങൾ സൃഷ്ടിച്ചില്ല, തേരോട്ടങ്ങൾ നടത്തിയില്ല, യുദ്ധങ്ങൾ നടത്തിയില്ല. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴ്മേൽ മറിച്ച വിപ്ലവകാരിയാണ് എന്റെ കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലേക്കും നോക്കിയാൽ, സകല രാജാക്കന്മാരിലേക്കും സകല ഭരണാധികാരികളിലേക്കും നോക്കിയാൽ കാണാം, രാജ്യത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ, അതെ, രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, രാജ്യത്തിലെ അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തിനുള്ളിൽ ഛിദ്രങ്ങൾ ഉണ്ടാക്കി, കലാപങ്ങൾ ഉണ്ടാക്കി, യുദ്ധങ്ങൾ ഉണ്ടാക്കി, അതെ, മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടും മനുഷ്യനെ അടിച്ചമർത്തിക്കൊണ്ടും, അതെ, മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടും, അതെ, ഓരോ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും ഭരണകൂടങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. എന്നാൽ ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്ന എന്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു, അവൻ ഇളകാത്ത രാജ്യത്തെ സ്ഥാപിക്കുവാൻ താഴ്ന്ന ലോകത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി വന്നവൻ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു: ലോകത്തെ സ്നേഹം കൊണ്ട് അവൻ കീഴടക്കി. കർത്താവായ യേശുവിന്റെ സ്നേഹം അതുല്യമായ സ്നേഹം. ആ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി. പാപികൾക്ക് മാനസാന്തരം കൊടുത്തു, ക്രിമിനലുകൾക്ക് രൂപാന്തരം കൊടുത്തു. അതെ, നരഭോജികളായ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റി. തകർന്നുടഞ്ഞ വ്യക്തികളെ പണിതെടുത്തു. അതെ, ചിതറിപ്പോയ വൈകല്യമുള്ള വ്യക്തികൾ, രോഗികളായവർ, അവരെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ കൊണ്ട് അവരെ വിടുവിച്ചു. കർത്താവായ യേശു ഭൂമിയുടെ പരപ്പിൽ തന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ചെയ്തു വെച്ച അതെ പ്രവർത്തികളിലേക്ക്, അത്ഭുതങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ. രോഗികളെ അവൻ സൗഖ്യമാക്കി. മനോരോഗികളായവർ, ഭ്രാന്ത് പിടിച്ചവർ, ഭൂതഗ്രസ്തരായവർ, അങ്ങനെയുള്ള വ്യക്തികളെ അവൻ സൗഖ്യമാക്കി പ്രിയമുള്ളവരെ. വിശുദ്ധ ബൈബിൾ പറയുന്നു, കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചു, അവനെ സൗഖ്യമാക്കി. മുടന്തനെ അവൻ എഴുന്നേൽപ്പിച്ചു, കുരുടന് കാഴ്ച നൽകുമാറാക്കി. അതെ, സ്വന്തം മരിച്ചവനെ ഉയർപ്പിക്കുവാനിടയായി തീർന്നു.
ദൈവരാജ്യം പ്രസംഗിക്കുകയും മാനവരാശിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും മനുഷ്യന്റെ കണ്ണുനീരുകളെ ഒപ്പുകയും ചെയ്തുകൊണ്ട് സ്നേഹം കവിഞ്ഞൊഴുകി. അതേ സ്നേഹം, അതേ അവൻ പോയിടത്തൊക്കെയും സ്നേഹത്തിന്റെ അനുഗ്രഹീതമായ വർഷം ഉണ്ടാകുകയും സ്നേഹം മുഖേന വ്യക്തികൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്തു. ഭീഷണിയിലൂടെയോ ആശയ സംവാദങ്ങളിലൂടെയോ അക്രമങ്ങളിലൂടെയോ വിപ്ലവങ്ങളിലൂടെയോ അല്ല കർത്താവായ യേശു ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പ്രവർത്തിച്ചത്. അവന്റെ ദിവ്യ സ്നേഹം കൊണ്ടാണ് അവൻ ഭൂപരപ്പിനെ കീഴ്മേൽ മറിക്കുവാൻ ശ്രമിച്ചത്. അവൻ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുത സ്നേഹം ചൊരിഞ്ഞു. സൗഖ്യമാക്കിക്കൊണ്ട് അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. കുരുടന് കാഴ്ച, മുടന്തന് നടക്കുമാർ, അതെ മരിച്ചവന് ജീവൻ, അതെ കുഷ്ഠരോഗിക്ക് സൗഖ്യം, അതെ ലോകം ക്രൂശിക്കുവാൻ വന്ന, ലോകം കല്ലെറിഞ്ഞു കൊന്നാൻ വന്ന വ്യഭിചാരിണിയായ സ്ത്രീയെ ലോകം എതിർത്ത് കളഞ്ഞവളെ, തള്ളിക്കളഞ്ഞവളെ ചേർത്ത് പിടിച്ച് അവൾക്ക് പാപമോചനം കൊടുക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ കാണാം, കുറ്റം വിധിക്കുവാനല്ല അവൻ വന്നത്, കുറ്റവിമുക്തനാക്കുവാനാ. ഇന്ന് പകലിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശവാസികളോട് പറയട്ടെ, ലോകം നിന്നെ കുറ്റം ചാർത്തിയാൽ, ലോകം നിന്നെ തള്ളിക്കളഞ്ഞാൽ, കർത്താവായ യേശു നിന്നെ കുറ്റപ്പെടുത്തുവാനല്ല കുറ്റവിമുക്തനാക്കുവാനാണ് വന്നത്. കർത്താവായ യേശു നിന്നെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുവാനല്ല, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനാണ് വന്നത്. കർത്താവായ യേശു ക്രിസ്തു നിന്റെ കണ്ണുനീരുകളെ ഒപ്പുവാനായിട്ടാണ് വന്നത്. കർത്താവായ യേശു ക്രിസ്തു നിന്റെ മുറിവുകളെ കെട്ടുവാനാണ് വന്നത്. കർത്താവായ യേശു നിന്റെ ശാപങ്ങളെ അഴിക്കുവാനായിട്ടാണ് വന്നത്. ഇന്ന് പകലിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകം നിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു വെച്ച ദുരിതങ്ങളിൽ നിന്നുള്ള വിടുതലിനായിട്ടാണ് യേശുവിങ്കിലേക്ക് നീ മനം തിരിയുവാൻ ഇന്ന് ഈ തെരുവിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. മാന്യ സഹോദരങ്ങളെ, സ്നേഹനിധികളായ ദേശവാസികളെ, കർത്താവായ യേശുവിന്റെ സ്നേഹം നിന്റെ ചരിത്രത്തെ മാറ്റും. അത് ഞങ്ങളുടെ വ്യക്തി ചരിത്രത്തെ മാറ്റിയതാ, ഞങ്ങൾക്ക് രൂപാന്തരം നൽകിയതാ, ഞങ്ങൾക്ക് മാന്യതയുള്ള ഈ തെരുവിൽ മുഴങ്ങുന്ന ഈ ശബ്ദം നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാനും നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ഈ സ്നേഹമാകുന്ന ഔഷധം അതെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പുഴ പോലെ ഒഴുകേണ്ടതിനായി ഞാൻ നിങ്ങൾക്കായി ഈ സന്ദേശം കൈമാറുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തെ മാറ്റിമറിച്ച് ചരിത്രകാരന്മാരിലേക്ക് നോക്കിയാൽ അറിയാം, അവർ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു, ജനത്തെ തമ്മിലടിച്ചു, ചോരപ്പുഴ ഒഴുക്കി. അത് അക്രമങ്ങൾ കൊണ്ടും, അത് ആശയങ്ങൾ കൊണ്ടും, വിപ്ലവങ്ങൾ കൊണ്ടും, യുദ്ധങ്ങൾ കൊണ്ടും, വാളും വെടിയും തോക്കും തേരോട്ടങ്ങളും കൊണ്ടുമൊക്കെയാണ് രാജ്യങ്ങളെ നിലനിർത്തുവാനും രാജ്യങ്ങളെ സംരക്ഷിക്കുവാനും അവർ പൊരുതിയെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന മാനവകുലത്തിന്റെ രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്നത് സ്നേഹം കൊണ്ട് ഭൂമിയെ കീഴ്മേൽ മറിക്കുവാൻ, സ്നേഹത്തിന്റെ വിപ്ലവകാരി എന്ന് പറയുവാൻ കഴിയുന്നത് കർത്താവായ യേശുവാണ്. അവന്റെ അതുല്യ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കി. 2025 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ കഴിയാം, ലോകത്തിന്റെ 7 വൻകരകളിലായി കോടാകോടി ജനത്തെ അനുദിനം രൂപപ്പെടുത്തി അനുഗ്രഹപൂർണമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ, പ്രത്യാശ നിർഭരമായ ജീവിതത്തിലേക്ക് നൽകുവാൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവന് പ്രതീക്ഷ നൽകുവാൻ, തകർന്നവനെ പണിതുകൊണ്ട് ദൈവത്തിന്റെ അതുല്യ സ്നേഹം അതേ ലോകത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിലും തൃശ്ശൂരിന്റെ മണ്ണിൽ ഈ തെരുവിലും അത് തന്നെയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹമാണ് കുടുംബങ്ങൾക്ക് സമാധാനം തരുന്നത്. ആ സ്നേഹമാണ് വ്യക്തികൾക്ക് ലക്ഷ്യബോധം തരുന്നത്. ആ സ്നേഹമാണ് പാപത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നത്. ആ സ്നേഹമാണ് രോഗങ്ങളെ സൗഖ്യമാക്കുന്നത്. അതെ, ഇന്ന് പകലിൽ സമാധാനമില്ലാത്ത വ്യക്തികൾക്ക് ആ ദിവ്യ സമാധാനം ഇന്ന് ഒഴുകി വരട്ടെ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ദിവ്യ സമാധാനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വസ്ഥതയില്ലാത്ത, ഉറങ്ങാൻ കഴിയാതെ ജീവിതം തള്ളി നീക്കുന്ന അതെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ഈ ദിവ്യ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും നിലവുകളെയും സമാധാനപൂരിതമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ ശാരീരികമായ രോഗബലഹീനതകളെ സൗഖ്യമാക്കുവാൻ ഈ ദിവ്യ സ്നേഹത്തിന് കഴിയും. പ്രിയമുള്ളവരെ, അതെ കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ ഉദ്ധാരകനാണ്. അവൻ ഉദ്ധരിക്കുവാൻ വന്നതാണ്, അവൻ രക്ഷിപ്പാൻ വന്നതാണ്, അവൻ വിടുവിപ്പാൻ വന്നതാണ്. യേശുവിന്റെ സ്നേഹം മനുഷ്യകുലത്തിന്റെ പൈശാചിക ബന്ധനങ്ങളിൽ തളയ്ക്കപ്പെട്ട മനുഷ്യന്റെ ബന്ധനങ്ങളെ അഴിച്ച് അവന് പുതിയ പ്രതീക്ഷകളെ നൽകി, അവന്റെ ആത്മാവിന് നിത്യത നൽകി, അവനോടൊപ്പം വാഴുവാൻ വേണ്ടി അതെ അവൻ വിളിച്ച സ്നേഹമാണ് ആ സ്നേഹം. ഈ ലോകത്തിന്റെ ഓഫറുകൾക്കെല്ലാം മനുഷ്യനെ ചൂഷണം ചെയ്യുവാനുള്ള പദ്ധതികൾ അതിന് പിന്നിലുണ്ട്. അത് രാഷ്ട്രീയമായാലും മതമായാലും മനുഷ്യവർഗത്തിന് മേൽ മനുഷ്യന്റെ അതെ കുരുട്ടുബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം സ്വാർത്ഥരഹിതമായ സ്നേഹമാണ്.
നിസ്വാർത്ഥമായ സ്നേഹമാണ്. എങ്കിലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മുതലെടുപ്പുകളില്ല. അവന്റെ സ്നേഹത്തിന് പിന്നിൽ മുതലെടുപ്പുകളില്ല. അതെ, ഉപാധികളില്ലാത്ത സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, മനുഷ്യരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി. ഈ ലോകത്തെ രാജ്യങ്ങളൊക്കെയും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവർ പോരാട്ടങ്ങൾ നടത്തുന്നത്. പാലസ്തീനും ഇസ്രായേലും പോരാട്ടം നടക്കുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ പോരാട്ടം നടക്കുന്നു. എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ലോകത്ത് നടക്കുന്ന സകല കൊതിയന്മാരുടെയും യുദ്ധത്തിന്റെ ലക്ഷ്യം ഏതെങ്കിലും അധിനിവേശങ്ങൾ മാത്രമാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പുതിയ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: ഫിൻലാൻഡ് ഞങ്ങളുടേതാണ്, ഫിൻലാൻഡ് ഞങ്ങൾക്ക് സ്വായത്തമാക്കണം. അതെ, ആ മനുഷ്യൻ അടുത്ത ദൃഷ്ടി വെച്ചിരിക്കുന്നു. കാനഡ ഞങ്ങളുടെ പ്രവശ്യയായി മാറണം, കാനഡയ്ക്ക് മേൽ കണ്ണു വെച്ചിരിക്കുന്നു. അതെ, ആ മനുഷ്യൻ അടുത്തത് വെച്ചിരിക്കുന്നു. ഗാസ മുനമ്പ് ടൂറിസ്റ്റ് പ്ലേസ് ആക്കണം, അദ്ദേഹം കണ്ണുവെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും എനിക്കും നേട്ടമുണ്ടാക്കുവാനാണോ? ആ രാജ്യത്തിന് നേട്ടമുണ്ടാക്കുവാനാണോ? സ്വാർത്ഥമായ താല്പര്യങ്ങൾ, അധിനിവേശങ്ങൾ, പിടിച്ചെടുക്കപ്പെടലുകൾ, സകലത്തിനും പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ എല്ലാ രാജ്യത്തിന്റെയും ഭരണാധികാരികൾക്കുണ്ടെങ്കിൽ ലോകത്തിന്റെ ഭരണാധികാരിയായ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് മാനവകുലത്തിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് മാനവന്റെ ഉദ്ധാരത്തിനു വേണ്ടി ഇളകാത്ത രാജ്യം സ്ഥാപിച്ചത് കർത്താവായ യേശു മാത്രമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എന്റെ സേവകർ അവന് വേണ്ടി പോരാടുമായിരുന്നു. അതെ, അവനെ പിടിച്ചു കെട്ടുവാൻ വന്നവർക്ക് വേണ്ടി അവൻ ഒരു വാക്ക് കൽപ്പിച്ച ദൂതന്മാരുടെ ഗണങ്ങൾ ഇറങ്ങി ഊരിപ്പിടിച്ച വാളുമായി ദശലക്ഷക്കണക്കിന് ആൾക്കാരെ അരിഞ്ഞു വീഴ്ത്തുവാൻ കെൽപ്പുള്ള അതെ സ്വർഗീയ ദൂതഗണങ്ങളുടെ പരിപാലനമുള്ളവൻ. അതെ, അവൻ പറയൂ, എന്റെ രാജ്യം ഐഹികമല്ല. ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇളകാത്ത രാജ്യത്തിന്റെ പ്രതിനിധി പറയുകയാണ്, എന്റെ രാജ്യം ഐഹികമല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഇളകാത്ത രാജ്യത്തിലേക്ക് ക്ഷണിക്കുവാൻ അവൻ വന്നത് നിങ്ങളെ വേട്ടയാടി പിടിക്കുവാനല്ല, അധിനിവേശത്തിലൂടെ കീഴടക്കാനല്ല, യുദ്ധങ്ങളിലൂടെ നിങ്ങളെ ഹൃദയങ്ങളെ കീഴടക്കുവാനല്ല, രക്തം ചൊരിഞ്ഞുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ബലിയാടാക്കിക്കൊണ്ട് സ്വന്തം മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ട് അവനെ അധിനിവേശം നടത്തുകയായിരുന്നില്ല. പകരമോ തിരുവചനം ഇപ്രകാരം പറയുന്നു, അവൻ തന്റെ ജീവനെ നൽകിക്കൊണ്ട് മാനവരാശിയുടെ പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തിയവനാണ്. രക്തമൊഴുക്കി അവൻ രക്തം ചൊരിഞ്ഞു. അത് എന്റെ വിപ്ലവകാരി. അവൻ മറ്റുള്ളവരുടെ രക്തമല്ല ഒരുക്കിയത്, സ്വന്തം രക്തമാ ഊറ്റിയത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടുത്തെ വിപ്ലവകാരികള് കൊട്ടാരങ്ങളിൽ ഇരുന്നു കൊണ്ട്, മണിമേടകളിൽ ഇരുന്നു കൊണ്ട് അണികളെ കലാപത്തിന് മുമ്പിലേക്ക് അരിഞ്ഞു വീഴ്ത്തുന്ന അരുവായുടെ മുൻപിലേക്ക്, കൊടുവാളുകളുടെ മുൻപിലേക്ക്, പോലീസിന്റെ ലാത്തിയുടെ മുൻപിലേക്ക്, അതേ തോക്കുകളുടെ മുൻപിലേക്ക് ഇവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾ മണിമേടകളിൽ ഇരുന്നു കൊണ്ട് AC ആസ്വദിച്ചുകൊണ്ട് മൃഷ്ടാന ഭോജനം കഴിച്ചുകൊണ്ട് സുഖലോലുപതയുടെ നടുവിൽ ഇരുന്നു കൊണ്ട് അവർ ഉത്തരവിടും. തെരുവുകളിൽ പോരാടുവാൻ, അതിർത്തികളിൽ പോരാടുവാൻ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുവാൻ, ജനത്തെ മുച്ചൂടെ മുടിച്ചു കളയുന്ന അന്ധകാരത്തിന്റെ പ്രതിനിധികളാണ്. എന്നാൽ എന്റെ രക്ഷകരോ മറ്റുള്ളവന്റെ രക്തം ചൊരിയാതിരിക്കേണ്ടതിന്, ഒരു മനുഷ്യന്റെ പോലും രക്തം പൊടിയാതിരിക്കേണ്ടതിന് അവന്റെ ജീവനെ കാൽവരിയിൽ പരമയാഗമാക്കി തീർത്തവനാ. അതെ, മാനവരാശിക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലി നൽകിയ കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലെ രാഷ്ട്രങ്ങളും രാഷ്ട്രഭരണകൂടങ്ങളും നേതാക്കന്മാരും അണികളുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നെങ്കിൽ അണികളുടെ രക്തച്ചൊരിച്ചിലൂടെ മണ്ഡപങ്ങൾ ഉണ്ടാക്കുകയും അവര് അതെ രക്തമണ്ഡപങ്ങൾ ഉണ്ടാക്കിയ രക്തസാക്ഷികളെ സൃഷ്ടിക്കുക. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് വേണ്ടി രക്തസാക്ഷിയായവനാ. അതേ പ്രിയമുള്ളവരെ, സ്വന്തം രക്തം കൊണ്ട് മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഇഹലോകം കണ്ട ഇത്ര വലിയ വിപ്ലവകാരി വേറെ യുഗത്തിൽ ആരുണ്ട് പ്രിയമുള്ളവരെ? ആശയങ്ങൾ കൊണ്ട് എല്ലാവർക്കും അമ്മാനമാണ്. തത്വശാസ്ത്രങ്ങൾ പുസ്തകങ്ങളിൽ എഴുതി വെച്ച് ജനത്തെ ആകർഷിക്കാം. അതെ, മീഡിയങ്ങളിലൂടെ ജനത്തെ സ്വാധീനിക്കുന്ന പഞ്ചാര വാക്കുകൾ, അധികാരത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കാം. എന്നാൽ സ്വന്തം ജീവിതം കൊണ്ട് ഒരു ചരിത്രം എഴുതിയവനാ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൽ ലോക ചരിത്രം AD എന്നും BC എന്നും തിരുത്തി കുറിക്കപ്പെട്ടു. യേശുവിനെ അംഗീകരിക്കുന്നവർക്കും ഇല്ലാത്തവർക്കും സ്വന്തം വീട്ടിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, പ്രിയ സ്നേഹിതരെ, നിങ്ങൾ യേശുവിനെ പ്രവാചകനായി കണ്ടാലും യേശുവിനെ ദൈവമായി അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും
നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അവന്റെ സാന്നിധ്യമുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ ചെറിയ വാക്കിൽ പറയാം. നിങ്ങളുടെയും എന്റെയും വീട്ടിൽ കിടക്കുന്ന കലണ്ടറുകളിലേക്ക് നോക്കിയാൽ അറിയാം. കലണ്ടറുകളിൽ പറയുന്നത് AD BC എന്ന ചരിത്രമാണ്. 2024 AD വസിക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന BC വസിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ വിളിച്ചോതുക യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു എന്ന്. എന്നാലും കലണ്ടർ എടുത്ത് കീറിക്കളഞ്ഞേക്കരുത്. നിങ്ങൾ കീറിക്കളഞ്ഞാലും ലോകം മുഴുവൻ ലോക ചരിത്രത്തെ രണ്ടായിയാണ് കാണുന്നത്, ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന്. അതുകൊണ്ട് ഈ ലോകത്തിലെ സകല മതക്കാരന്റെ വീട്ടിലും യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ അടയാളം വളരെ വ്യക്തമായി ഭിത്തികളിൽ തൂക്കപ്പെട്ടിട്ടുണ്ട്. ഭിത്തികളിൽ നിന്ന് വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ നിന്റെ ഫോൺ തല്ലിപ്പൊട്ടിക്കേണ്ടി വരും. ഫോണിനകത്തുമുണ്ട്. ഫോണ് തല്ലി പൊട്ടിച്ചാൽ നിന്റെ കയ്യിലെ വാച്ചിലുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കിയാൽ നീ പോകുന്നിടത്തൊക്കെയും കാണുന്ന കലണ്ടറുകൾ വിളിച്ചു പറയുക യേശു ഭൂമിയിലേക്ക് വന്നു. അതെ, ലോക ചരിത്രം മാറിയത് യേശുവിന്റെ ഭൂമിയിലേക്കുള്ള അവതരണത്തിലൂടെയാണ്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ആർക്കും ആ ചരിത്രത്തെ മാറ്റുവാൻ കഴിയത്തില്ല. മതങ്ങൾക്ക് അടച്ചമർത്താൻ കഴിയത്തില്ല. ആശയങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയത്തില്ല. ഭരണകൂടങ്ങളുടെ ഇരുമ്പ് ദണ്ടുകൾക്ക് പറ്റത്തില്ല. അതെ, വീരങ്കികൾ കൊണ്ട് പറ്റത്തില്ല. കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കർത്താവായ യേശുവിനെ പിന്തുടർന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ജനസമൂഹത്തെ, അതെ, മുരുക്ക് ദൃഷ്ടികൾ കൊണ്ട് ഹിറ്റ്ലറെ പോലുള്ളവർ, അതെ, മുസോളിനിയെ പോലുള്ളവർ, അതെ, ചരിത്രത്തിലേക്ക് നോക്കിയ റോമൻ പടയാക്കൂട്ടങ്ങൾ, അതെ, ക്രിസ്തീയ സമൂഹത്തെ മുടിച്ചു കളയുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഓരോരുത്തരും ഉദയം ചെയ്തു. അവരുടെയൊക്കെയും തേരോട്ടങ്ങളിലും അവരുടെയൊക്കെ കൊടിയ പീഡനങ്ങളിലും വർദ്ധിച്ചു പെരുകി വന്ന ഒരു സമൂഹമാണ് യേശുവിനെ പിന്തുടർന്ന സമൂഹം. അതായത് കർത്താവായ യേശുവിന്റെ നാമം ഈ ഭൂമിയിൽ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ആദ്യ നൂറ്റാണ്ടിൽ കർത്താവിന്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ അനുയായികളെ ഒതുക്കി തീർക്കുവാൻ അവർ പറഞ്ഞു, യെരൂശലേമിൽ ഈ യേശുവിന്റെ നാമം കൊണ്ട് അവരിവിടെ നിറയ്ക്കുന്നു, അവരെ ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടി അവിടുത്തെ ഭരണകൂടങ്ങൾ അവരെ തച്ചുടയ്ക്കുവാൻ കാരാഗ്രഹങ്ങളിൽ പൂട്ടിയിട്ടു, അവരെ കത്തിച്ചു, ജീവനോടെ കത്തിച്ചു. കൊടിയ പീഡനങ്ങൾ ഉണ്ടായി. അതിന്റെ നടുവിലും വർദ്ധിച്ചു പെരുകി വന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ക്രിസ്തീയ സമൂഹമാണ്. കാരണം ആ സമൂഹത്തിന്റെ പ്രത്യേകതയല്ല, ആ സമൂഹത്തെ ഉരുവാക്കിയ കർത്താവായ യേശുവിന്റെ പ്രത്യേകതയാ. മരിച്ചു മണ്ണടയുന്ന ചരിത്രമല്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് കർത്താവായ യേശുവിന്റെ ചരിത്രം. ലോകം കണ്ട എല്ലാ പ്രഭുക്കന്മാരും, ലോകം കണ്ട തത്വജ്ഞാനികളും, ലോകം കണ്ട രാജാക്കന്മാരും മത നേതാക്കന്മാരുമെല്ലാം കല്ലറകൾക്കുള്ളിൽ അടക്കപ്പെട്ടു. കാലയവരയ്ക്കുള്ളിലേക്ക് ചരിത്രത്തിൽ ഓർമ്മകൾ പോലുമില്ലാതെ പോയി മറഞ്ഞു. എന്നാൽ കർത്താവായ യേശു ഇന്നും ലോകത്തിന്റെ മധ്യത്തിൽ എന്നേക്കുമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് ഒരു അത്ഭുത ചരിത്രമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്നീ പകലിൽ ഈ ദേശത്തോട് പറയുന്ന ഈ അനുഗ്രഹീതമായ സന്ദേശത്തിനുള്ളിൽ ഈ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിനുള്ളിലേക്ക് ഏറ്റെടുത്താൽ നിങ്ങളുടെ ചരിത്രവും മാറും. അതെ, അവൻ വന്നത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാ, മാനവന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാ, മാനവൻ ഇളകാത്ത രാജ്യം നൽകാൻ വേണ്ടിയാ, മാനവന് നിത്യത നൽകുവാൻ വേണ്ടിയാ, മാനവന്റെ പാപത്തെ പോക്കുവാൻ വേണ്ടിയാ. ഇന്ന് പകൽ എന്റെ വാക്കുകൾക്ക് ചൂടിന്റെ കാഠിന്യം ഏറുന്നത് കൊണ്ട് പരിമിതികൾ കൽപ്പിച്ച് ഞാൻ വിടവാങ്ങുക. അത് യേശുവിനെ നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിക്കണം പ്രിയമുള്ളവരെ. മനുഷ്യകുലത്തിന് രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവുമില്ലെന്ന് വിശുദ്ധ ബൈബിൾ പറയാ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. രക്ഷിക്കപ്പെടുവാൻ നൽകിയ ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മനുഷ്യരാശിക്ക് രക്ഷയ്ക്കായുള്ള നാമം. കർത്താവിന്റെ അഭിഷേകത്തിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. വളരെ സീനിയർ ആയിട്ടുള്ള അനേക ആത്മാക്കളെ നേടുന്ന അനുഗ്രഹീതനായ ഒരു മനുഷ്യൻ ഈ തെരുവിൽ വന്ന് കുടചൂടി തരുമ്പോൾ ദൈവസ്നേഹത്തിന്റെ മകുടമാണ് ദൈവത്തെ സേവിക്കുന്നവനെന്ന് നമുക്ക് കാണുവാൻ, വരച്ചു കാണിക്കുവാൻ കാണുന്ന അടയാളങ്ങളാണ് ഈ തെരുവുകോണുകളിൽ കാണുന്ന പ്രിയമുള്ളവരെ. ഞങ്ങൾ ഒരു മനസ്സോടെ നിൽക്കുന്നത്, ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജീവനെ പണയം വെച്ചല്ലെങ്കിൽ ഞങ്ങളുടെ നിന്ദകളും പരിഹാസങ്ങളും ആക്രമണങ്ങളും എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടായാലും അതിന് നടുവിൽ നിൽക്കുന്നത് കഴിഞ്ഞൊരു തെരുവിൽ കഴിഞ്ഞ ദിവസം അതേ പ്രതികൂല സന്ധിയിൽ നേരിട്ട് അതിനെതിരെ വാളുമായി നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരു കെട്ടായി നിന്നുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തെ പ്രസംഗിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്നത് ഈ മാറാത്ത സ്നേഹമാണ്, പിരിയാത്ത സ്നേഹമാണ്, ജീവൻ തന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് ഇന്ന് ഈ നാട്ടുകാരെ ഞാൻ ക്ഷണിക്കുകയാണ്. അതെ, കർത്താവായ യേശുവിന്റെ ഈ ദിവ്യരക്ഷ പിതാവായ ദൈവത്തിന്റെ അരികിലേക്ക് സ്വർഗം തുറന്നു തന്ന ക്രൂശ് മരണത്തിലൂടെ മാനവരാശിക്കുണ്ടാക്കിയ ജീവനുള്ള പുതുവഴിയായി തീർന്ന ക്രിസ്തു എന്ന വഴിയിലേക്ക് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ക്ഷണിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അരികിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇന്ന് പകലിൽ അതെ യേശു എന്ന വഴിയിലേക്ക് എന്നെ കേൾക്കുന്ന ഈ തൃശ്ശൂരിന്റെ മണ്ണിലുള്ള
ദേശവാസികളെ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഞങ്ങൾ ആദരവോടെ ക്ഷണിക്കുക. നിന്റെ ജീവചരിത്രം മാറുവാൻ, നിന്റെ ദുരിതങ്ങൾ മാറുവാൻ, നിന്റെ കണ്ണുനീര് മാറുവാൻ, നിന്റെ ശാപം മാറുവാൻ, നിന്റെ ആത്മാവിന് രക്ഷയുണ്ടാകുവാൻ, നിനക്ക് പാപമോചനം ലഭിപ്പാൻ, ആത്മരക്ഷ നേടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുക. ഇത്രമാത്രം പറഞ്ഞു കൊടുക്കട്ടെ. ഈ രക്ഷകനെ സ്വന്തമാക്കുവാൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സാധിക്കും. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള പദവി ലഭിച്ചു. പ്രിയമുള്ളവരെ, ആ മാന്യമായ മഹത്വമേറിയ ആ പദവിയിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്ത് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് എന്റെ സഹപഠങ്ങളിലേക്ക് മൈക്ക് കൈമാറും. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മ സ്നാനം ചെയ്യുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. വേഗം വരുന്ന നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പ്രവേശിക്കുന്നില്ല. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന്റെ മനുഷ്യർക്കും മധ്യസ്ഥനായവൻ ഒരുവൻ തന്നെ, കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. മദ്യപാനത്താൽ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്താ പ്രവണതകളാൽ ആമേൻ അതുപോലെ ശാരീരികമായ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയുടമാണെങ്കിൽ, അശാന്തിയാൽ അസമാധാനത്താൽ തീരാവ്യാധികളാൽ മാറാ രോഗങ്ങളാൽ പൈശാചിക ബന്ധത്താൽ അകപ്പെട്ടിരിക്കുന്ന പ്രിയ ജീവിതമേ, ഒരു വിടുതൽ എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നീ വിശ്വസിക്കുക. പുത്രൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആത്മാവിന്റെ രക്ഷയും ആമേൻ ഹല്ലേലൂയ ശരീരത്തിന്റെ രക്ഷയും കർത്താവായ യേശുക്രിസ്തുവിനുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപമോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആത്മാവിന്റെ ശരീരത്തിന്റെ രക്ഷ യേശുക്രിസ്തുവിൽ. ഇന്ന് അമ്മ പ്രദാനം ചെയ്യുന്ന ദൈവിക ദൈവ സന്ദേശമാണ് നിങ്ങളെ കേൾപ്പിക്കുവാനായിരുന്നത്. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്നേഹവാനും ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത്